ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ കൂട്ടാറിനടുത്തുള്ള ഒരു അമ്പലമുണ്ട്, ചേലമൂട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു കുന്നിന് മേളിലാണ് അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉത്സവമെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചാച്ചനോടും അമ്മച്ചിയോടും വരുന്നതെന്ന് ചോദിച്ചിട്ട് രണ്ടുപേർക്കും രാവിലെ കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, കഴിയണം. അപ്പോൾ ചാച്ചന് വയ്യ, എന്നാൽ നടക്കാനൊക്കെ പാടാം. അപ്പോൾ അമ്മച്ചിയെ നമുക്ക് ഒരു ഉച്ചയാകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനും അമ്മയും കുഞ്ഞും കൂടെ പോയിട്ട് വരാം. ഇപ്പം നിങ്ങൾ അവിടെ റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ഒന്നിച്ചങ്ങ് പോവാം. അപ്പോൾ ചാച്ചനും അമ്മച്ചിക്കും കാപ്പിയൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ടിരിക്കും. എല്ലാവർക്കും കൂടെ പോകാനൊക്കെ എല്ലാവർക്കും കൂടെ പോവാം. ഒരു കൊടി കണ്ടോ? ആ മരത്തിന്റെ മേളിലേ ഒരു കൊടി കെട്ടിയേക്കുന്നുണ്ടോ? അത് ഒത്തിരി എപ്പോഴും അങ്ങനെ തന്നെ അത് കെട്ടി വെക്കും അവര്. കുറെ വർഷങ്ങളായിട്ടുള്ളതാ. അത് എന്തേലും നല്ല കാറ്റൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ദിവസം പിന്നെയും കെട്ടും. അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാ കേട്ടോ, തിരക്കൊക്കെ കുറവാ. അതെ അതെ, കണിക്കന്നയൊക്കെ പൂത്ത് വരുന്നുണ്ട്. വിഷു ആവുമ്പോ എല്ലാം പൊക്കോളും. അതെ അതെ അതെ. ഒരു കൊടി കണ്ടോ? ആ മരത്തിന്റെ മേളിലേ ഒരു കൊടി കെട്ടിയേക്കുന്നുണ്ടോ? അത് ഒത്തിരി എപ്പോഴും അങ്ങനെ തന്നെ അത് കെട്ടി വെക്കും അവര്. കുറെ വർഷങ്ങളായിട്ടുള്ളതാ. അത് എന്തേലും നല്ല കാറ്റൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ദിവസം പിന്നെയും കെട്ടും. അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാ കേട്ടോ, തിരക്കൊക്കെ കുറവാ. അതെ അതെ, കണിക്കന്നയൊക്കെ പൂത്ത് വരുന്നുണ്ട്. വിഷു ആവുമ്പോ എല്ലാം പൊക്കോളും. അതെ അതെ അതെ. ഒരു ദിവസമായിരുന്നു ഞാൻ ചേലമൂട്ടിൽ ഒന്ന് പോണോന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട്. ആണോ? അപ്പൊ ഇന്ന് പോയേക്കാം. അപ്പൊ ചാച്ചനും അമ്മച്ചും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോക്ക് നടക്കില്ല. ചാച്ചന് നടക്കാൻ ഭയങ്കര പാടാണ്. ചാച്ചന് പറമ്പൊന്ന് കാണണമെന്നുണ്ട്. ഉച്ചയാകുമ്പോ നീ വന്നിട്ട് പോവുകയാണെങ്കിലേ പോരുന്നോന്ന് ചോദിക്കാം. അന്നേരം പോവുകയാണെങ്കിൽ പറമ്പും കൊണ്ടൊക്കെ കാണിച്ച് അമ്പലത്തിന്റെ അവിടെ മേളി വരെ പോകാം. താഴോട്ടിറക്കമൊന്നും നടക്കുകയല്ല. ഒന്ന് പോയി നോക്കാം. ഇന്നൊരു മൂടിയ കാലാവസ്ഥ. ഞാനത് പറയാൻ വരുമായിരുന്നു. കണ്ടോ, ഇന്ന് ഒരു മൂടലാണല്ലോ. ഒന്ന് മൊത്തത്തിലൊരു ചിലപ്പം വൈകുന്നേരത്തേന് മഴ പെയ്യുമായിരിക്കും. 2 ദിവസം കിട്ടി. ഇന്ന് 2 ദിവസം മഴ പെയ്തില്ല. ഇനിയിപ്പം ഇന്നും കൂടെ ഈ ആഴ്ചയൊക്കെ ഒരു മഴ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷികളെല്ലാം പിടിച്ചു നിർത്താമായിരുന്നു. വലിയധികം ഏലത്തിന് വെള്ളം അടിക്കാതെ പറ്റിക്കായിരുന്നു. അതെ അതെ. ഇല്ലേ പിന്നെ തന്നെ നല്ല ഒരു പണിയാണ്. കുഞ്ഞിയുടെ ക്ലാസ് എല്ലാം തീർന്നോടാ? ക്ലാസ് ഇനി 2 എത്ര പരീക്ഷ ഉണ്ട് ഇനി? 2 പരീക്ഷ. ആണോ? 2 പരീക്ഷകളെ കഴിഞ്ഞു. അമ്പലത്തിന്റെ അവിടെ ആയി കേട്ടോ. ഇഷ്ടംപോലെ വണ്ടിയും പൊങ്കാലയൊക്കെ തുടങ്ങി, ഇഷ്ടംപോലെ ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്പലമൊക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. ഉത്സവമല്ലേ, അപ്പൊ ഇഷ്ടംപോലെ പൊങ്കാലയ്ക്ക് ആൾക്കാരെല്ലാം വന്നു കളം പിടിച്ചു. ചെണ്ടകൊട്ടൊക്കെ തുടങ്ങി കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചോ? എന്നാ തന്നെ ദോശയോ? ആഹാ ഉപ്പുമാവ് അമ്മച്ചിയെല്ലാം മറന്നു പോയി. ആ ഉപ്പുമാവും പഴവും കിട്ടിയല്ലേ? ആ അത് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കിനും അമ്പലത്തിൽ പോകാം കേട്ടോ. ചാച്ചനോടെ ഞാൻ പറഞ്ഞ അമ്മച്ചിയെ കൊണ്ട് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞപ്പോ ചാച്ചൻ കൈ കൊണ്ട് കൊണ്ടുപോകും. കൊണ്ടുപോകണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ അത് ശരിയാ, കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വരുന്ന ചാച്ചനോട് ചോദിച്ചു വരുന്നുണ്ടെന്ന്. ചാച്ചൻ പറഞ്ഞേ ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, അമ്മച്ചിയെ കൊണ്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അമ്മച്ചിയെ പിടിച്ചിറക്കണം കേട്ടോ. നീ അമ്പലത്തിലൊക്കെ ചെന്നിട്ടേ അങ്ങോട്ട് എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകും? ആണോ? ആ മതിയല്ലേ? അമ്മച്ചിക്ക് ഇതൊന്നും വിഷയമല്ല അല്ലേ അമ്മച്ചി? അതെ. ഡ്രൈവർ മാറിയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അമ്മച്ചി മുറുക്ക പിടിച്ചായിരിക്കുന്നത് കേട്ടോ. അമ്മച്ചി പാട്ട് പാടാൻ തുടങ്ങിയായിരുന്നു ഞാൻ കയറിയപ്പോഴേ. ആണോ? അമ്മച്ചി ഭക്തിഗാനത്തിന്റെ ആളാ. ഭക്തിഗാനമാണ് അമ്മച്ചിയുടെ മെയിൻ അല്ലേ അമ്മച്ചി? അമ്പലത്തിൽ ചെന്നാലും അങ്ങനെ അല്ലേ? ആ വേറെ പെണ്ണുങ്ങൾ ആരും പാടുകയല്ല, ഞാനാ പാടുന്നല്ലേ? ആ ഇന്നലെ വന്ന 2 ദിവസത്തെ പരിപാടി ഇന്ന് വീട്ടിലുണ്ട്. ഇന്ന് ഉറങ്ങിട്ടേ രാത്രി ഇവിടെ വന്ന് നിൽക്കാനും ഒക്കെ ഇടിഞ്ചക്ക തോരൻ വെച്ചാലോ? പറിച്ചോണ്ട് ഇതല്ലേ നമ്മുടെ പ്ലാവെ കിടപ്പില്ലേ, പറിച്ചാലോ? അതെന്നറിയാനുണ്ട്. ഞാൻ തോട്ടി എടുത്തു. ചെറിയതായതേ ഉള്ളൂ. ഇടിഞ്ചക്ക ആണേലും വേണ്ടിയല്ല, എന്നതാണേലും വേണ്ടിയല്ല, ചക്കയാണാ മതി അല്ലേ? കഴിഞ്ഞ ചക്ക സീസൺ തീർന്നപ്പോഴേ വാങ്ങിച്ചു വെച്ച തോട്ടിയാ. ഒരു കാര്യം ചെയ്തു. അതെന്താന്നറിയോ, ചക്ക ഉണ്ടായപ്പോ തൊട്ട് അമ്മ പറയുന്ന ഒരു തോട്ടി മേടിക്കടാന്നേ. ചക്ക സീസൺ കഴിഞ്ഞ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ തോട്ടി വാങ്ങിച്ചോണ്ട് വന്നു. ഇത് കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇത് കൊട്ടെ കാണിച്ചേ. മേത്ത് ഇരിക്കല്ലേ, അതിന്റെ മേളിൽ കിടക്കുന്നതോ കറക്റ്റ് ആണോ? നമ്മുടെ തോട്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അത് മതി, ഒരെണ്ണം പോരെ? ആ മതി മതി, ഒത്തിരി ഉണ്ട്. വെള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണോ വാഴയില വെട്ടുന്നേ? വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വാഴയില വെട്ടിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഇടിഞ്ചക്ക തോരനൊക്കെ വെച്ച് നല്ല ഒരു അടിപൊളി സദ്യ വെക്കണ്ട. കണ്ടോ, ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് കൊണ്ട് വെച്ചേക്കുന്ന ഫാൻ. അതുകൊണ്ടാ ഇവിടെ ഇത്രയും തണുപ്പ്. നീ അമ്മച്ചിയെ പറഞ്ഞു പറ്റിക്കണോ? നാട്ടിലെ പോലെ ചൂട് ഇവിടെ ഇല്ലല്ലോ. അതെ അതെ അതെ, ഇത്രയും ഫാൻ ഇവിടെ കണ്ടോ, എന്തേരം ഫാനാന്ന്. അതുകൊണ്ടാ ഇപ്പൊ കണ്ടോ വീട്ടിൽ ചെല്ലുമ്പോ ചാച്ചൻ പറയും എന്നെ കൊണ്ടുപോകാതെ കാറ്റാടിപ്പാടം കാണാൻ പോയില്ലെന്ന് ചോദിക്കും ഇല്ലേ? ഇതെല്ലാവേ കാറ്റാടിയാ, വലിയ കാറ്റാടി. ഇതിനകത്തുനിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതാ. ഇവിടെ ഭയങ്കര കാറ്റുള്ള സ്ഥലങ്ങളല്ലേ, കുന്നം പ്രദേശമായതുകൊണ്ട്. അപ്പൊ ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഫാൻ കറങ്ങുന്നുണ്ടോ? ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് അത് കറങ്ങുന്ന. ഇത് രാമക്കൽമേടിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അമ്മച്ചി കണ്ടിട്ടുണ്ടോ? കാറ്റിനകത്ത് കറണ്ട് ഉണ്ടാക്കാവോ അമ്മച്ചി? കാറ്റിനകത്ത് കറണ്ട് ഉണ്ടാക്കാവോ? കാറ്റും കൊണ്ട് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോന്ന് എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അതെ, കണ്ടിട്ടില്ലല്ലോ. സ്ഥലം ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അത് വഴിയാ, അത് ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലവാ. ആ വഴി കാണുന്ന ചുവപ്പ് വഴി ഉണ്ടാവും. അവിടെ ഇതുപോലെ കയറി ചെന്നാല് ആ മലയുടെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നോക്കിയാൽ നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും. ഇതൊക്കെ കുഞ്ഞു കാറ്റാടിയല്ലേ അമ്മച്ചി? ഒരു വലിപ്പം ഇല്ലാത്തല്ലേ? അതെ, ചോട്ടിലൊന്ന് ചെന്ന് നിൽക്കായിരുന്നല്ലേ?
ഇടിഞ്ഞക്ക ഇന്ന് ഇനിയും അമ്മച്ചിയെ കൊണ്ട് എന്നാന്ന് വെച്ചാൽ കാണിച്ചു. കുഴ നല്ല മൂത്ത് വിളഞ്ഞ് പഴുത്തായിരുന്നു. അത് കുറച്ച് അണ്ണാൻ തിന്നു. അവർക്കുള്ള അവർ കൊണ്ടുപോട്ടെ. 4 മണി ആയപ്പോഴേ വിശക്കാൻ തുടങ്ങിയല്ലേ? വിശക്കാൻ തുടങ്ങി. നമുക്കേ കഴിഞ്ഞ ദിവസം വെച്ച സാറാമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ബജിക്കാൻ 3-4 ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ബജി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയേക്കാം. കടലമാവും കായം മുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേ അതിനകത്തോട്ട്. എന്നിട്ട് ഇളക്കി കുഴച്ച് കട്ടയില്ലാതെ കുഴച്ചെടുക്കണം. ചില ഉപ്പും കൂടി ഇട്ടേ. ബജിക്കുള്ള ചട്നി വേണോ ഇനി? എന്നാൽ ബജി ആകുമ്പോഴേക്കും ചട്നിയും കൂടെ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം കുഴച്ച മാവേ തികഞ്ഞില്ല. അപ്പം ശകലം മാവും കൂടെ കുഴയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടെ കുഴക്കണം. അല്ല, ചാച്ചൻ അവലോസ് പൊടിയും ചായയൊക്കെ കൊണ്ടു കൊടുക്കും. നമുക്കൊന്നും ഇല്ലേ? ബജി ഉണ്ടാക്കുക. ആണോ? ചാച്ചനെ ബജി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പല്ലില്ലല്ലോ. അതുകൊണ്ട് ചാച്ചന് പൊടി. അത് പിന്നെ ചാച്ചനെ കൊടുത്ത് പൊടിക്കാതെ ചാച്ചന ഒരു സ്പൂൺ അമ്മച്ചിക്കും കൊടുത്തു. അതങ്ങനെയാ. ആണോ? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ ഒരു സാധനം കഴിക്കത്തില്ല. അമ്മച്ചി പറഞ്ഞ പോലെ ചാച്ചൻ ഉഴുന്നാട മേടിക്കണമെന്ന്. ചാച്ചൻ ഉഴുന്നാട വാങ്ങിച്ചിട്ട് നമ്മളത് പൊടിച്ചു കൊടുക്കണ്ടേ അമ്മച്ചി? അതെ, ഉഴുന്നോടെ എങ്ങനെ പൊടിക്കുന്നേ? ഇന്നലെ ഉപ്പേരി എടുത്താണ് കൊടുത്ത് അമ്മച്ചിക്ക് ഞാന്. അമ്മച്ചി അന്നേരം അതിനകത്തൊന്നും പെറുക്കി ചാച്ചന് കൊടുത്ത്. ഉണങ്ങിയാ പൊടിക്കാം അല്ലേ? ഉഴുന്നോടെ ഉണങ്ങിയാ പൊടിക്കാന്ന്. എങ്ങനെയുണ്ട്? തിന്നാ മതി. അവലോസ് പൊടി നല്ലതാണോ? കുഴപ്പമില്ല. വാ ബജി കഴിക്കാം. ബജി 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 ഏത്തക്ക ബജി. മറ്റേ അമ്മൂമ്മ പറയുന്ന പോലെ ആയി പോയല്ലോ. കൊടയല്ല വടി എന്ന് പറഞ്ഞ ഇത്ര നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്നിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും. ആണോ? എങ്ങോട്ട് പോകാനാന്ന്? ഞാനിപ്പോ എങ്ങോട്ട് പോകാനാന്ന്? നടക്കാൻ മേല ഒരു വിശ്വാസമില്ല. മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? അതെ. ഒരെണ്ണം കഴിച്ചോളാൻ വന്നിട്ട് 2 കൊടുത്തോ? ഏത്തക്ക പോളിയാ. നോക്കട്ടെ. മധുരമില്ല. മധുരമില്ലാത്തോണ്ട് ഒരു സുഖമില്ലല്ലേ? ശകലം പഞ്ചസാരം കൂടി ഇട്ടാ കൊള്ളായിരുന്നല്ലേ? എന്നാ ഇത്? വാഴക്കായ. അപ്പം നമ്മൾ ബജിയൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഘോഷയാത്രയുടെ സമയമൊക്കെ ആയി. അങ്ങനെയൊക്കെ നമ്മൾ കൂട്ടാറ് വന്നു. ആ സമയമായപ്പോഴത്തേക്കിനും നല്ല ഘോഷയാത്ര എല്ലാം നല്ല കൂട്ടാർ ടൗണിലേക്ക് എത്തി. എങ്ങനെയുണ്ട് കുഞ്ഞി ഘോഷയാത്ര? നല്ല സെറ്റ് ഘോഷയാത്ര. നല്ല പരിപാടിയില്ലായിരുന്നു? ഘോഷയാത്രയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ച് ഉത്സവമൊക്കെ കൂടി. ഉത്സവ സീസണൊക്കെ തീർന്ന് വരുവാ. ഇനി നമുക്ക് 2 ഉത്സവം കൂടെ ഈ ഒരു ഏരിയ ഉള്ളൂ. 2 ഉത്സവം കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം എല്ലാം തീരുമല്ലേ? ഇനി ഉത്സവം ഉള്ള സ്ഥലം തപ്പി പോകേണ്ടി വരുമല്ലോ. അതെ അല്ലേ? ഇനിയിപ്പോൾ ഏതായാലും ഉത്സവങ്ങളെല്ലാം കണ്ട് തീർത്ത് പോകാം.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.